വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് ഇന്ന് സ്വകാര്യ ബസ് സമരം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ബസ് പണിമുടക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ഇന്ന് ബസ് പണിമുടക്ക് ആണ്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈറ്റില ഹബ്ബിലാണ്. വൈറ്റില ഹബ്ബിൽ എൻ്റെ പിറകുവശം തന്നെ കാണാൻ സാധിക്കും. ഈ പ്രൈവറ്റ് ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുകയാണ്. രാവിലെ 5:30 മുതൽ ഓടേണ്ട ബസ്സുകളാണ്. ആ ബസ്സുകളാണ് ഇപ്പോൾ നിരത്തിൽ ഇട്ടിരിക്കുന്നത്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഒരു ജില്ല എന്ന് പറയാം. അതും മറ്റു ജില്ലകളിൽ നിന്നും വന്നും ജോലിയെടുക്കുന്ന ആളുകളാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ ബസ്സുകളെയും മറ്റും ഇവർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച് വരുന്നതും. ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പണിമുടക്ക് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. കൂടാതെ തന്നെ KSRTC ബസ്സുകൾ ഇപ്പോൾ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. KSRTC ബസ്സുകളിലൂടെയാണ് ഇപ്പോൾ കൂടുതൽ പേരും യാത്ര ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് വൈറ്റില ഹബ്ബിലാണ് കാണാൻ സാധിക്കുന്നത്. വൈറ്റില ഹബ്ബിൽ പ്രധാനമായും ആളുകളടക്കം തന്നെ എത്തിയിട്ടുണ്ട്. പ്രധാനമായി ഇവരെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. KSRTC ബസ്സുകളാണ് ഇപ്പോൾ കൂടുതലായും നിരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. KSRTC ബസ്സുകളിലാണ് ഇപ്പോൾ കൂടുതൽ പേരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ ബസ് പണിമുടക്കിനെ മറികടക്കുന്നതിന് വേണ്ടി KSRTCയുടെ എല്ലാ ബസ്സുകളും നിരത്തിൽ ഇറക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഫീസ് വർദ്ധിപ്പിക്കുക, കൂടാതെ തന്നെ ഈ ദീർഘദൂര സർവീസുകൾക്ക് പെർമിറ്റ് നൽകുക, ഈ വ്യാജ കൺസെഷൻ കാർഡ് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്ക് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയടക്കം നടത്തിയിരുന്നു. ഈ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ന് സൂചന പണിമുടക്കിലേക്ക് അടക്കം തന്നെ കടന്നിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ ഈ വൈറ്റില ഹബ്ബിലടക്കം എത്തിയിരിക്കുന്നത്. ചേച്ചി എങ്ങോട്ടാ പോകുന്നത്? തൊടുപുഴ. പ്രൈവറ്റ് ബസ്, സ്വകാര്യ ബസ്സുകൾ ഇല്ല അല്ലേ? പണിമുടക്ക് പെട്ടോ? പെട്ടില്ല. KSRTC ഉണ്ട്, തൊടുപുഴയ്ക്കുണ്ട്. ഇതേപോലെ നിരവധിയായിട്ടുള്ള യാത്രക്കാരാണ് ഇവിടെ ഉള്ളത്. ഓരോ സ്ഥലത്തേക്ക് പോകുന്ന യാത്രക്കാരും മറ്റുമുണ്ട്. അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ KSRTC നിരത്തിൽ ഇറക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലായി ഇവരെ ബാധിക്കുന്നില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ചേട്ടാ, എവിടേക്കാ പോകുന്നത്? കോട്ടയം. ഈ KSRTC ഉള്ളത് കൊണ്ട് കുറച്ച് ആശ്വാസം ഉണ്ടാവും അല്ലേ? ഈ പ്രൈവറ്റ് ബസ് ഇന്നിപ്പോ സ്വകാര്യ പണിമുടക്കാണെന്ന് അറിഞ്ഞിരുന്നോ? ഇല്ല. അറിഞ്ഞിരുന്നില്ല ഇന്ന് സമരമാണെന്നുള്ളത്? ഇല്ല. അപ്പൊ വന്ന് പെട്ടുപോയതാണോ? അപ്പൊ ഇനിയിപ്പോ KSRTC ബസ്സുള്ള ആശ്രയം അല്ലേ? സമരമാണെന്നറിയാതെ വന്ന നിരവധി ആളുകളുമുണ്ട്. അതുകൊണ്ട് കാരണം സൂചനാ പണിമുടക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇത്രത്തോളം സാരമായി ബാധിക്കുമെന്നും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം പണിമുടക്കാണെങ്കിലും പല സമയത്തായി സ്വകാര്യ ബസ്സുകളടക്കം തന്നെ പണിമുടക്കിയിട്ടുണ്ടെങ്കിലും നിരത്തിലിറങ്ങി ഓടുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ നമുക്ക് വൈറ്റില ഹബ്ബിൽ തന്നെ കാണാൻ സാധിക്കും എല്ലാ സ്വകാര്യ ബസ്സുകളും നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം അല്ലെങ്കിൽ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. നിരവധി ആളുകളാണ് ഇപ്പോൾ KSRTC ബസ്സിനെ തന്നെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളടക്കം തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നതും പ്രൈവറ്റ് ബസ്സുകളുണ്ട് എന്നല്ലെങ്കിൽ പണിമുടക്കാണ് എന്നറിയാതെ എത്തിയിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. ദൂരേക്ക് പോകുന്ന ആളുകളടക്കമുണ്ട്. പ്രധാനമായും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതലുള്ളത്. ജോലിക്കും മറ്റും പോകുന്ന ആളുകളാണുള്ളത്. അവരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഈ സ്വകാര്യ ബസ് സർവീസുകളെ തന്നെയാണ്. പല ജില്ലകളിൽ നിന്നായി വരുന്ന യാത്രക്കാർ അടക്കമുണ്ട്. ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ബസ്സുകൾ അടക്കമുണ്ട്. 5 മുതൽ തന്നെ ഈ സ്വകാര്യ ബസ്സുകളുടെ സർവീസുകൾ ആരംഭിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഈ സൂചനാ പണിമുടക്കിനെ തുടർന്നുകൊണ്ട് തന്നെ പല ബസ്സുകൾ അല്ലെങ്കിൽ ബസ്സുകൾ അടക്കം തന്നെ എല്ലാം നിർത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എൻ്റെ ഈ പിറകുവശം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരെ നോക്കുകയാണെങ്കിൽ തന്നെ തൊഴിലാളികളാണ്. ഈ തൊഴിലാളികളടക്കം തന്നെ ജോലിക്കും മറ്റും പോകേണ്ട ആളുകളാണ്. ഇവരടക്കം ഇപ്പോൾ പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നതും പണിമുടക്കാണ് എന്നറിയാതെ എത്തിയിരിക്കുന്ന നിരവധി ആളുകളുമുണ്ട്. നിരവധി ആളുകളടക്കമുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പണിമുടക്ക് ബാധിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ഈ KSRTC ബസ് സർവീസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ യാത്രക്കാർക്ക് അത് ഒരു പരിധി വരെ ഈ ഒരു പ്രശ്നത്തെ തന്നെ തടയാൻ സാധിക്കുന്നുമുണ്ട്. ദീപ്തി, ശരി.
സംസ്ഥാനത്ത് ഇന്ന് സ്വകാര്യ ബസ് സമരം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ബസ് പണിമുടക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.